നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. അപ്പോൾ വട്ടയപ്പത്തിനുള്ള റെസിപ്പി, അരി തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ച് ഈസ്റ്റ്, തേങ്ങ, പഞ്ചസാര. ഞാൻ കുറച്ച് തേങ്ങാ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കൂടി. തേങ്ങാ വെള്ളം എല്ലാം കൂടി മിക്സിക്കകത്തിട്ട് നന്നായിട്ട് സ്വല്പം ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് മാവ് പൊങ്ങാൻ വെക്കുക. ഞാനിപ്പോൾ രാവിലെയാണ് ഇത് ആട്ടിയത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എനിക്ക് നന്നായി പൊങ്ങി കിട്ടി. അതിന് ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടും. ഞാനിത് അപ്പം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ഇതാണ് അപ്പം. 2 പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അത്, ഒരു പാത്രം ഇത്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. കണ്ടോ. അപ്പോൾ ഇന്നെൻ്റെ പിറന്നാളാണേ, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അവിടെ ആരും ഇല്ല വേറെ, ഞാനും എൻ്റെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ താമസം. അപ്പോൾ ഞാനിത് കഴിക്കുന്നത് പിന്നീട് കാണിക്കാം കേട്ടോ. അത് നാറിക്കോട്ടെ. എൻ്റെ കൊച്ചുമക്കൾ എനിക്ക് കൊച്ചുമക്കളല്ല എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഇപ്പോൾ വന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. കേക്ക്, മറ്റേ ബർഗർ, ചിക്കൻ നഗറ്റ്സ്, ഉരുളക്കിഴങ്ങിൻ്റെ ഇത്. എന്താ പറയുക, സന്തോഷമുണ്ട് എനിക്ക് നന്നായിട്ട്. ഓക്കെ, ബൈ. പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ.